കലാസ്വാദകരെ, സമ്പന്നമായ ഈ അരങ്ങിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം മനീഷ പഞ്ചകം. എല്ലാ വസ്തുനിഷ്ഠ പ്രതിഭാസങ്ങളും വ്യാജമാണെന്നും ആത്യന്തികമായി ദൈവവും ഒരുവനും ഒന്നാണെന്നും ഉദ്ഘോഷിക്കുന്ന അദ്വൈത ദർശനത്തിൻ്റെ പ്രചാരകനും പ്രബോധകനുമായിരുന്ന ശങ്കരാചാര്യരുടെ ജീവിതത്തിലുണ്ടായ പ്രധാന സംഭവത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട ലഘുരൂപകം. രംഗത്ത് സർവശ്രീ ദേവി പ്രസാദ്, മണികണ്ഠൻ നായർ, പ്രേം കിഷോർ, ശ്രീമതി രശ്മി ജയൻ. സ്റ്റുഡിയോ ആൻഡ് മിക്സിംഗ് ശ്രീ ജോയ് BJM തൈക്കാട്. ശബ്ദം നൽകിയത് ഡോക്ടർ ശ്രീലേഖ ശിവൻ. നാടകരചന ശ്രീ PV ശിവൻ. നാടക സംവിധാനം ശ്രീ ജയൻ തൊഴുവങ്കോട്. മനീഷ പഞ്ചകം. നിങ്ങൾ ആരാണ്? ഈ വഴിയിലൂടെ നിങ്ങളുടേതാണോ ഈ നായ്ക്കൾ? വഴിയിൽ തന്നെ നിൽക്കുന്നല്ലോ. എനിക്ക് ഈ വഴിയെ മുന്നോട്ട് പോകണം. ആട്ടി ഓടിക്കുവിൻ. അവർ എൻ്റെ മക്കളാണ്, എൻ്റെ കാവൽക്കാർ. പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? ഞാൻ ദാ കാണുന്ന ചുടലപ്പറമ്പിന്റെ കാവൽക്കാരൻ, ശവം ദഹിപ്പിക്കുന്നവൻ, ശവങ്ങളുടെ കൂട്ടുകാരൻ. വെള്ളമെടുക്കാൻ പോകുന്നു. ചണ്ടാളൻ, വഴി മാറിപ്പോവൂ. വഴിയിൽ തടസ്സമുണ്ടാക്കാതെ മാറിപ്പോവാൻ അസത്തിന് വരാൻ കണ്ട സമയം. എന്തെങ്കിലും പറഞ്ഞു കേട്ടില്ലേ? വഴി മാറിപ്പോവാൻ. ഞാനൊരു സന്യാസിയാണ്. ഗംഗാസ്നാനം കഴിഞ്ഞ് ദാ അവിടെയുള്ള ശിവക്ഷേത്രത്തിലേക്ക് പൂജാതി കർമ്മങ്ങൾക്ക് പോകുന്നു. അശ്രീകരം, എന്റെ വഴിയിൽ നിന്നും മാറിപ്പോവാൻ. ഇത് എന്റെ കൂടി വഴിയാണ്. ഈ വഴിയിലൂടെയാണ് ദിവസേന ഗംഗയിൽ നിന്നും വെള്ളമെടുക്കാൻ ഞാൻ പോകുന്നത്. ശവങ്ങളുടെ തീ കെടുത്താൻ. പാതി വെന്ത ശരീരങ്ങൾ ഗംഗയിലെറിയാൻ. ഈ വഴിയിൽ നിന്നും മാറിപ്പോകാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീയൊരു ചണ്ടാളൻ, ശവങ്ങൾ ദഹിപ്പിക്കുന്നവൻ, ജാതിഭ്രഷ്ടൻ. ഞാനൊരു ബ്രാഹ്മണനാണ്. ചണ്ടാളനെ കാണുന്നത് പോലും പാപമാണ്. ക്ഷേത്ര ദർശനത്തിന് പോകുന്ന എന്റെ കാഴ്ചയെ പങ്കിലമാക്കാതെ, തൊട്ടശുദ്ധമാക്കാതെ വഴിയിൽ നിന്നും മാറിപ്പോകൂ. അതാണ് കാര്യം. എങ്കിൽ സ്വാമി, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം താ. അവ എനിക്ക് ബോധിച്ചാൽ വഴി മാറിത്തരാം. ശരി, ചോദിക്ക. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. വേദപണ്ഡിതൻ, അദ്വൈത വിശ്വാസി. വേഗമാകട്ടെ, എനിക്ക് ക്ഷേത്രത്തിലെത്തണം. ആരാധനയ്ക്കുള്ള സമയമായി. ഹേ വിശ്വാസി, വേദപണ്ഡിത, ആരോടാണ് വഴിമാറിപ്പോവൂ എന്ന് ആജ്ഞാപിച്ചത്? എന്റെ ശരീരത്തിനോടോ അതോ ആത്മാവിനോടോ? അത് നിങ്ങളോട് തന്നെ.
എന്താ, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? സ്വാമി, പണ്ഡിതനാണെന്ന് പറയുന്ന അങ്ങയ്ക്കറിയാമല്ലോ, ശരീരം പഞ്ചഭൂതങ്ങളായ മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയാൽ നിർമ്മിതമാണെന്ന്. അതെല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ? എന്നാൽ ആത്മാവ് ശുദ്ധമാണ്, നിത്യമാണ്. താങ്കൾ വിശ്വസിക്കുന്ന അദ്വൈത സിദ്ധാന്തം പറയുന്നതും അതല്ലേ? അതെ, അതെ. എങ്കിൽ പറയൂ, അങ്ങ് ആരോടാണ് വഴിമാറിപ്പോവാൻ പറഞ്ഞത്? നമ്മൾ രണ്ടാളും നിൽക്കുന്നത് ഒരേ ഭൂമിയിലല്ലേ? എന്നെ തഴുകിപ്പോകുന്ന കാറ്റല്ലേ അങ്ങയുടെ ശരീരത്തിലും സ്പർശിക്കുന്നത്? ഞാൻ ശ്വസിക്കുന്ന വായു തന്നെയല്ലേ അങ്ങയും ശ്വസിക്കുന്നത്? മരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും ശരീരം വയ്ക്കുന്നത് ഈ ഭൂമിയിലാണ്. ഞാൻ ചണ്ടാളനെന്നോ അങ്ങ് ബ്രാഹ്മണനെന്നോ ഈ ഭൂമി നോക്കാറുണ്ടോ? നമ്മൾ രണ്ടാളിലും ഒരേ ശക്തിയാണ് കുടികൊള്ളുന്നതെങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടുന്ന് യഥാർത്ഥത്തിൽ ആരാണ്? മഹർഷിയോ മായയോ? ഞാനൊരു ചണ്ടാളനാണെന്ന് സ്വാമി തന്നെ പറഞ്ഞുവല്ലോ. ശവങ്ങൾക്ക് കാവൽ നിൽക്കുന്നവൻ. പക്ഷേ നമ്മുടെ ശരീരം ഒരേ ഭൗതിക ഭക്ഷണത്തിലൂടെയാണ് വളരുന്നത്, ഒരേ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ശരിയല്ലേ സ്വാമി? അങ്ങ് എന്നോട് പൊറുക്കണം. അവിടത്തെ വാക്കുകൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അജ്ഞതയാൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അങ്ങയുടെ വചനങ്ങളിൽ ബ്രഹ്മസ്വത്തിൻ്റെ ജ്വാലയും ആത്മസ്വത്വത്തിൻ്റെ പ്രകാശവും ഞാൻ ദർശിക്കുന്നു. അങ്ങ് എനിക്ക് ഗുരുവാണ്. എന്നെ ശിഷ്യനായി സ്വീകരിച്ച് അനുഗ്രഹിക്കൂ. ശങ്കര, നിന്നിൽ ആത്മബോധം ജനിപ്പിക്കാൻ എനിക്ക് ചണ്ടാളനാകേണ്ടി വന്നു. ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും മതം ഏതാണെന്നതല്ല പ്രധാനം, ആത്മബോധമുണ്ടാവുക എന്നതാണ്. പ്രഭോ, അടിയൻ. ആത്മബോധമെന്നത് സ്വയം അറിയുകയാണ്. ആത്മജ്ഞാനമുദിക്കുമ്പോൾ ദൈവവും നീയും ഒന്നാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ആത്യന്തികമായി ഒന്നു മാത്രമേ ഉള്ളൂ, അതാണ് ബ്രഹ്മം അഥവാ ആത്മാവ്. പ്രഭു, എൻ്റെ ഉള്ളിൽ തെളിഞ്ഞിരുന്ന ജാതിയുടെയും അജ്ഞതയുടെയും അഹംബോധം എന്നെ അന്ധനാക്കി. യാഗങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാതി കർമ്മങ്ങളും കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ഒരുവന്റെ ജീവിതമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എല്ലാ വസ്തുനിഷ്ഠ പ്രതിഭാസങ്ങളും വ്യാജമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് മാപ്പ് തരൂ. എന്നിൽ ആത്മജ്ഞാനം നിറച്ച് എന്നെ അനുഗ്രഹിക്കൂ. യാഗങ്ങളും അനുഷ്ഠാനങ്ങളും ഉയർത്തിപ്പിടിച്ച നീ യഥാർത്ഥ വേദവിധികൾ മറന്നുപോയി.
ആത്മീയമായ ഉൾക്കാഴ്ചയിലൂടെ അവയെല്ലാം നിനക്ക് കരഗതമാകും. ദേവി, മഹാമായി, ഈ ദാസന്റെ പ്രണാമം. എന്റെ തെറ്റുകൾക്ക് എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? വത്സ, ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്ന തിരിച്ചറിവ് നിനക്കുണ്ടായി. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. ജീവാത്മാവായ മനുഷ്യനും പരമാത്മാവായ ഭഗവാനും ഒന്നാണെന്നുള്ള അദ്വൈത സിദ്ധാന്തം നിനക്ക് വെളിച്ചമാകട്ടെ. അടിയന്റെ തെറ്റുകൾക്ക് മാപ്പ്. അദ്വൈതത്തിന്റെ അഗാധമായ ജ്ഞാനം എന്നിൽ നിറയ്ക്കൂ, അനുഗ്രഹിക്കൂ. തെറ്റ് മനസ്സിലാക്കിയപ്പോൾ തന്നെ നിന്റെ മനസ്സ് പരിനിർമ്മലമായി. സത്യം, ധർമ്മം, ദയ, കരുണ, ത്യാഗം, സ്നേഹം, കരുതൽ എന്നീ ഗുണങ്ങൾ നിന്നിൽ നിറഞ്ഞ് നീ സദ്ഗുണനാകട്ടെ. ശങ്കര, എന്നോടൊപ്പം ചുടലപ്പറമ്പിൽ നീ കണ്ട 4 നായ്ക്കൾ, കുരച്ച് നിന്നെ ഭയപ്പെടുത്തിയവർ ആരാണെന്ന് നോക്കൂ. അതാ അവിടെ അവർ 4 വേദങ്ങൾ. ആ 4 ദേവന്മാരും നിന്നെ അനുഗ്രഹിച്ചു നിൽക്കുന്നത് കൺകുളിർക്ക കണ്ട് സ്വയം ആനന്ദിക്കുക. 4 വേദങ്ങളും എന്നും നിനക്ക് തുണയാകും. ശങ്കര, നീ ഒരുവന്റെ യഥാർത്ഥ അസ്തിത്വം തിരിച്ചറിഞ്ഞു. നാം നിന്നിൽ സംതൃപ്തനാണ്. നിന്നെ ശങ്കരാചാര്യരായി ലോകം അറിയും. എൻ്റെ അനുഗ്രഹങ്ങൾ നിനക്കും വ്യാസനും ഒരുപോലെ. വേദത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ധാരണ ലഭിച്ച നീ ബ്രഹ്മസൂത്രങ്ങളെ ശരിയായി വ്യാഖ്യാനിച്ച് തെറ്റായ സിദ്ധാന്തങ്ങളെ യുക്തിയിലൂടെയും വേദങ്ങളിലൂടെയും ഖണ്ഡിച്ച് ധർമ്മത്തെയും സത്യത്തെയും സംരക്ഷിക്കുവാൻ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയക്കുക. അദ്വൈത സിദ്ധാന്തം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ശേഷം നീ എന്നിൽ ലയിക്കും. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പേരിൽ നീ ലോകമെമ്പാടും അറിയപ്പെടും. എൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ശിവായ ഗൗരീശ വദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷാധ്വരനാശനായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. എങ്ങനെയാണ് അദ്വൈത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യർക്ക് ആത്മബോധമുണ്ടാകുന്നത് എന്നുള്ള ഒരു കേൾവിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ദർശനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ രൂപകമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇതേപോലെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഈ ടീമിന് നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഇതിൻ്റെ സംവിധായകനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ ജയൻ തൊഴുവങ്കോട്, നമ്മുടെ പുതുതായിട്ട് വന്ന മെമ്പറാണ്, ഡാൻസറും അഭിനേതാവും ഒക്കെയാണ് അദ്ദേഹം നന്ദി പറയുന്നു. ശിവനായിട്ട് അഭിനയിച്ചത് ശ്രീ ദേവി പ്രസാദ്,
ശങ്കരാചാര്യമായിട്ട് വേഷമിട്ട ശ്രീ പ്രേം കിഷോർ, അതുപോലെ തന്നെ ദേവിയായിട്ട് വേഷമിട്ട രശ്മി ജയൻ, ചണ്ടാളൻ അഥവാ കാട്ടാളൻ്റെ വേഷത്തിൽ വന്ന ശ്രീ മണികണ്ഠൻ മറ്റൊരു സ്കിറ്റിന് വേണ്ടി വേഷം മാറുകയാണ്. ഇവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം പറഞ്ഞുകൊണ്ട്, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇന്ന് വളരെ പെട്ടെന്ന് എഴുതിയൊരു സ്കിറ്റാണ്, ഞാനാണ് ആ സ്കിറ്റ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.